രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ മൂന്നാമതൊരു പ്രബല രാജ്യത്തിന് ഇടപെട്ട് ആ യുദ്ധം നിർത്താനുള്ളൊരു ഉടമ്പടി ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. പക്ഷേ ഇത് ശൂന്യാകാശത്ത് നിന്നുമുള്ള യുദ്ധമാണെങ്കിലോ അതും ആർക്കും ഒരു നിയന്ത്രണവുമില്ലാത്തൊരു അപ്രതീക്ഷിതമായൊരു വിസ്ഫോടനം. എപ്പോൾ എവിടെ ഇത് സംഭവിക്കും എന്ന് ഭീതിയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് ലോകത്തെ ശാസ്ത്ര വിഭാഗം. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് 500 കിലോ ഭാരമുള്ള ഒരു സോവിയറ്റ് അയച്ച സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉൽക്ക വരുന്നത് പോലെ. ഉൽക്കയെപ്പോലെ ഭൂമിയിലേക്ക് കുതിക്കുന്ന ആ സ്പേസ് ക്രാഫ്റ്റ് എവിടെ തകർന്ന് വീഴും എന്നാണ് ചോദ്യം. അത് യൂറോപ്പിലേക്ക് വീഴുമോ അതോ അമേരിക്കയിലെ കടലിൽ വീഴുമോ കരയിൽ വീഴുമോ? അതാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിൻ്റെ ആശങ്കയ്ക്ക് കാരണം. അതോ അടുത്തിടെ ഫ്ലോറിഡയിലും കെനിയിലുമൊക്കെ സംഭവിച്ചതുപോലെ ജനത്തിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീഴുമോ? അതാണ് അടുത്ത ഭീതി. കോസ്മോസ് 482 എന്ന സ്പേസ് ക്രാഫ്റ്റ് 1972 വീനസ് ഗ്രഹത്തെക്കുറിച്ച് കൂലങ്കഷമായി പഠിക്കാനാണ് സോവിയറ്റ് യൂണിയൻ അയച്ചത്. പക്ഷേ മടിയനായ കോസ്മോസ് 482 ഒന്നും ചെയ്തില്ല. വീനസ് യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് പോലും കോസ്മോസ് 482 നോക്കിയത് പോലുമില്ല. അങ്ങനെ 50 വർഷം അത് ശൂന്യാകാശത്ത് വെറുതെ അലസനയിൽ ചുറ്റിക്കറങ്ങി നടന്നു. എന്നിട്ട് ഇപ്പോഴെന്തായി? സോവിയറ്റ് യൂണിയനെ ഇല്ലാതായി വർഷങ്ങളായി. റഷ്യയിലെ ശാസ്ത്രജ്ഞരടക്കം പഴയ കോസ്മോസ് 482 വിസ്മരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ തന്നെ സ്പേസിലേക്ക് വിട്ട സോവിയറ്റ് യൂണിയനെ ഒരു നോക്ക് കാണാനാണോ എന്ന് തോന്നിക്കും വിധം ആ സ്പേസ് ക്രാഫ്റ്റ് അതിവേഗം തിരികെ ഭൂമിയിലേക്ക് വരികയാണ്. ഒരു അന്തമുട്ട വരാവണമെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത്. മണിക്കൂറിൽ 242 കിലോമീറ്റർ വേഗതയാണ് ഇപ്പോഴതിന്. ഈ മാസം മെയ് മാസം തന്നെ അത് ഭൂമിയിലേക്ക് എത്തും. അതെവിടെ തകർന്നു വീഴും? ഒന്നുകിൽ ലണ്ടനിൽ, അല്ലെങ്കിൽ കാനഡയിലെ അബോർഡയിൽ, അല്ലെങ്കിൽ സൗത്ത് US കടലിൽ, അല്ലെങ്കിൽ US കരയിൽ. എവിടെയായാലും നിയന്ത്രണം വിട്ടുവരുന്ന കോസ്മോസ് അപകടമൊന്നും ഉണ്ടാക്കരുത് എന്നാണ് ശാസ്ത്ര ലോകത്തിൻ്റെ പ്രാർത്ഥന. സാധാരണയായി കടലിലാണ് ഈ വക സാധനങ്ങൾ വന്ന് പതിക്കുന്നതെങ്കിലും അടുത്തിടെ ശൂന്യാകാശത്ത് നിന്ന് ചില ഭാഗങ്ങൾ നേരെ ജനത്തിൻ്റെ തലയിലേക്ക് വന്ന് വീണു, ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് പതിച്ചു എന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, കുറഞ്ഞത് 46,000 യന്ത്രഭാഗങ്ങൾ, ഇതുപോലെ വൻ ഭാരമുള്ള യന്ത്രഭാഗങ്ങൾ ശൂന്യാകാശത്ത് ഭൂമിയെ ചുറ്റി ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 500 കിലോ ഭാരമുള്ള ഒരു മെറ്റൽ ഭാഗം മാസങ്ങൾക്ക് മുമ്പാണ് കെനിയയിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു പതിച്ചത്. 6 പതിറ്റാണ്ട് മുമ്പ് വിക്ഷേപിച്ച ഒരു റോക്കറ്റ് ലോഞ്ചിങ് മെഷീനിൽ നിന്നുമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ എത്തിയത്. കഴിഞ്ഞ മാസം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗം ഫ്ലോറിഡയിലെ ഒരു വീടിന് മുകളിൽ വന്ന് പതിച്ചു. ഭാഗ്യത്തിന് ആളപായമുണ്ടായില്ല. അതിന് പിന്നാലെ സ്പേസ് എക്സിൻ്റെ ഒരു ഭാഗം കാനഡയിലെ ഒരു ഫാമിൽ തകർന്നു വീണു. അവിടെയും ആളപായമുണ്ടായില്ല ഭാഗ്യത്തിന്. ഇതോടെ കോസ്മോസ് 482 ഈ തിരിച്ചുള്ള വരവ് ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നിയന്ത്രണമില്ലാതെ ഭൂമിയിലേക്ക് വരുന്ന കോസ്മോസ് യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെ വേണം പതിക്കാം എന്നതിന് കാരണം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരു ഭാഗത്തിന് നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അതില്ല എന്നതാണ് ശാസ്ത്രലോകത്തെ കൂടുതൽ കുഴക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.